അകലാട് അഞ്ചാങ്കല്ലിൽ തട്ടുകടയിൽ മോഷണം. കടയുടെ പുറകുവശത്തെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 11-നും തിങ്കളാഴ്ച പുലർച്ചെ 4-നുമിടയിലാണ് മോഷണം നടത്തിയിട്ടുള്ളത്. അഞ്ചാംകല്ല് രാജാ ബീച്ച് റോഡിനു സമീപം പ്രവർത്തിച്ചിരുന്ന അലി മുഹമ്മദിന്റെ തട്ടുകടയാണ് പിറകുവശത്തെ മരപ്പലക പൊളിച്ച് അകത്തുകടന്ന് കവർച്ച നടത്തിയത്. ഷെൽഫിൽ വെച്ചിരുന്ന വില കൂടിയ സാധനങ്ങളും നിരീക്ഷണ ക്യാമറയുടെ ടിവിയും 5000-ഓളം രൂപയും നഷ്ടപ്പെട്ടു. പുറത്തുവച്ചിരുന്ന ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ടുവന്ന് അടുപ്പു കത്തിച്ച് ഭക്ഷണം പാകം ചെയ്ത അടയാളവുമുണ്ട്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ വാരിവലിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിലും ഇവിടെ ഇത്തരത്തിൽ കവർച്ച നടന്നിരുന്നു. 28,000-ഓളം രൂപയാണ് അന്ന് മോഷണം പോയത്. അതേ ദിവസം തന്നെ അകലാട് പെട്രോൾ പമ്പിലും കവർച്ച നടന്നിരുന്നു. അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഞായറാഴ്ച രാത്രി 11 മണിക്ക് കടയടച്ചു പോയതിനു ശേഷം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് അലി മുഹമ്മദിന്റെ സഹോദരൻ മുഹമ്മദ് അലി കട തുറക്കാൻ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. നമ്മളെ കടയുടെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് തുറന്നെടുക്കണ്, പലയൊക്കെ പൊളിച്ചിട്ടുണ്ട്, ഉള്ളി കടന്ന് ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഗ്യാസ് എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. സ്റ്റവില് കണക്ട് ചെയ്തിട്ട് അവർ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലങ്കോലം പിടിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് സിഗരറ്റ് എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ഒരു 5000 രൂപ ഉണ്ടായിരുന്നു. ആ പൈസയും കൊണ്ടുപോയിരിക്കണം. പിന്നെ ക്യാമറയുടെ TV ഉണ്ടായിരുന്നു, TV അത് കൊണ്ടുപോയിട്ടുണ്ട്. 2 സൗണ്ട് ബോക്സ് ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയിട്ടുണ്ട്. കടയുടെ പുറകുവശത്തുള്ള വലിയകത്ത് മുർഷിദിന്റെ ബുള്ളറ്റിൽ നിന്ന് പെട്രോൾ ഊറ്റിയെടുക്കുകയും എഞ്ചിൻ പൈപ്പുകൾ മുറിച്ചു കളയുകയും സീറ്റുകൾ ബ്ലേഡ് വെച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരു സംഭവങ്ങൾക്ക് പിന്നിലും ഒരേ സംഘമാണെന്നാണ് സൂചന. വടക്കേക്കാട് പോലീസിൽ ഇരു സംഭവങ്ങളിലും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം പ്രദേശത്ത് ലഹരിമരുന്നു മാഫിയയുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു.